ഹാർട്ടി ആൻഡ് ടോക്ക് ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് SH കോളേജിലെ MA ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റും 2025 കേന്ദ്ര ബഡ്ജറ്റിലെ ഐഡിയ പ്രസന്റേഷൻ ടീമിലെ മെമ്പറും കൂടിയായ അനിസ്റ്റോയാണ്. അനിസ്റ്റോ, ഹാർട്ടി ആൻഡ് ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു ടീം കേന്ദ്ര ബഡ്ജറ്റിനായിട്ട് നിർമ്മല സീതാരാമനെ കാണാനായി ഡൽഹിയിലേക്ക് പോകുന്നു. അപ്പോൾ അതിലൊരു 3 അംഗ സംഘത്തിലെ ഒരാളായി മാറുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? സത്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് നമുക്ക് ഒരിക്കലും, കാരണം നമുക്കറിയാം എലീറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്ഫിയറിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് ഈ ബഡ്ജറ്റ് ചർച്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും താഴെക്കടയിലുള്ള സ്റ്റുഡൻസ് എന്ന രീതിയിൽ ഞങ്ങൾ ചെല്ലുന്നത് സാധാരണക്കാരുടെ പ്രതിനിധികളായിട്ട് മാത്രമല്ല നമുക്ക് ഇക്കണോമിക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി റാഷണലായിട്ട് കാര്യങ്ങളെ വിലയിരുത്താനും അത് വെച്ചിട്ട് നമുക്ക് റെക്കമെൻഡേഷൻസ് കൊടുക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റികളിൽ ഒന്നായിരുന്നു. ഞങ്ങൾ അന്ന് ചെന്നിട്ട് നിർമ്മല സീതാരാമനെ കണ്ടിരുന്നു, അതിന് തൊട്ടടുത്ത ദിവസം പീയൂഷ് ഗോയലിനെ കണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു അതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? ഓരോ ഐഡിയകളൊക്കെ ആണല്ലോ നമ്മൾ പോകുന്നത്. അതെ, നമ്മൾ കേരളത്തിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു സെലക്ഷൻ പ്രൊസീജിയർ? ശരിക്കും ഇതൊരു പ്രോസസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഒക്ടോബറിൽ നിർമ്മല സീതാരാമൻ ഇവിടെ കേരളത്തിലേക്ക് വന്നിരുന്നു. സെയിൻറ്റ് തെരേസാസ് കോളേജിൽ വെച്ചാണ് ഇവന്റ് നടന്നിരുന്നത്. അപ്പോൾ അന്നത്തെ റെക്കമെൻഡേഷൻസ് ആണ്, അതായത് ഇതുപോലെ പ്രൊവാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് അവരിൽ നിന്നും അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ടൊരു ഡെലിഗേഷൻ വന്നുകൂടാ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസംബറിൽ വിദ്യാധനം ട്രസ്റ്റ്, നമ്മുടെ പ്രൊഫസർ KV തോമസ്, നമ്മളൊക്കെ തേവരക്കാർക്ക് അറിയുന്ന തോമസ് മാഷ് എന്ന് നമ്മൾ വിളിക്കുന്ന പ്രൊഫസർ KV തോമസിന്റെ വിദ്യാധനം ട്രസ്റ്റ്, അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്താണ് ഈ പരിപാടി നടത്തിയത്. സെയിൻറ്റ് തെരേസാസ് കോളേജിൽ വെച്ചായിരുന്നു. 20-ൽ പരം കോളേജുകളിൽ നിന്ന്, കൊച്ചിയിൽ നിന്നും കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കോളേജുകളിൽ നിന്നുള്ള ആൾക്കാർ വന്നിരുന്നു. 200-ൽ പരം കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഏകദേശം 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള പല എക്സ്പേർട്സും പല പാനലുകളിൽ നിന്നുള്ള, അല്ലെങ്കിൽ പല ജീവിതത്തിന്റെ പല സെക്ടറിൽ നിന്ന്, സ്ഫിയറിൽ നിന്നുള്ള ആൾക്കാർ വന്നിരുന്നു. ഇൻക്ലൂഡിങ് പീപ്പിൾ ലൈക്ക് ബോണി തോമസ്, നമ്മുടെ ബിനാലയുടെയൊക്കെ വളരെ മുഖ്യധാരയിലുള്ള വ്യക്തികളാണ്. അങ്ങനെ പലരും വന്നിരുന്നു. ഡോക്ടർ മേരി ജോർജ്, അവരൊക്കെ വന്ന് ഒരു 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഡിസ്കഷൻ. അന്ന് ഏറ്റവും പ്രൊവാക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യുന്ന 3 പേര്, അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ 3 പേര് തിരഞ്ഞെടുക്കപ്പെട്ടു, ഡൽഹിയിലേക്ക് പോവാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങളുടെ ഐഡിയാസ്, ഇപ്പം വന്നിരുന്ന 200 സ്റ്റുഡൻസിന്റെയും ഐഡിയാസ് ഒരു സമ്മറി ആക്കുമായിരുന്നു? അതെ, അങ്ങനെയായിരുന്നു. അതായത് നമ്മൾ ഇതിന് ശേഷം ഇതെല്ലാം കേട്ടതിന് ശേഷം നമുക്കൊരു ബഫർ ടൈം തന്നിരുന്നു. ഇത്ര സമയത്തിനുള്ളിൽ നമ്മുടെ ഓരോ കോളേജുകളിൽ നിന്നും അവരോട് ഈ ഐഡിയകളൊക്കെ കമ്പൈൽ ചെയ്ത്, ഈ കേട്ടതൊക്കെ വെച്ച് പ്ലസ് നിങ്ങളുടെ ഇൻപുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് അയക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ആ നിശ്ചിത ഡേറ്റിന് മുമ്പ് നമ്മൾ അയച്ചു കൊടുക്കും. പിന്നീട് അവർ ട്രസ്റ്റ് നേതൃത്വം എടുത്തിട്ട് ഇതെല്ലാം കൂടി കമ്പൈൽ ചെയ്ത് ഒരു വലിയൊരു ഫോൾഡർ ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളെ 3 പേരെ സെലക്ട് ചെയ്തത് അത് എങ്ങനെയായിരുന്നു? 3 പേരെ സെലക്ട് ചെയ്ത അന്ന് അവിടെ ഏറ്റവും നന്നായിട്ട്, അതായത് ക്വസ്റ്റ്യൻസിലാണെങ്കിലും സജഷൻസിലാണെങ്കിലും ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് വന്ന 3 പേര് എന്ന രീതിയിലായിരുന്നു ആ സെലക്ഷൻ. ഓക്കെ, അപ്പം നിങ്ങൾ 3 പേരും കൂടെ ഡൽഹിയിൽ പോവുകയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് നിർമ്മല സീതാരാമൻ മാമൊക്കെ കണ്ടു. അപ്പോൾ അതെങ്ങനെയായിരുന്നു? അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ്. കാരണം ഞങ്ങളവിടെ ചെല്ലുമ്പോൾ തന്നെ KV തോമസ് സാർ ലീഡ് ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് കേരള ഗവൺമെന്റിന്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച വണ്ടി. അപ്പം എനിക്കൊരിക്കലും എക്സ്പെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ സ്വപ്നം കാണാനോ പറ്റുന്ന അങ്ങനെ ഫുൾ നമുക്ക് എല്ലാ രീതിയിലും നമ്മളൊരു VIP ട്രീറ്റ്മെന്റ് തന്നെയായിരുന്നു. അവിടെ ചെന്ന ദിവസം തന്നെ വൈകുന്നേരമായിരുന്നു ഞങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായത്. ഞങ്ങൾ അക്കമ്പനി ചെയ്തത് സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ജേക്കബ് ജോർജ് സാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ജേക്കബ് ജോർജ് സാർ ഉണ്ടായിരുന്നു മീഡിയേറ്റ് ചെയ്യാനായിട്ട് കാര്യങ്ങൾ. ഞങ്ങൾ മിനിസ്ട്രി ഓഫ് ഫൈനാൻസിലേക്ക് ചെന്ന് വൈകുന്നേരം തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം തന്നെ നിർമ്മല സീതാരാമൻ വന്ന് ഞങ്ങൾ കണ്ട് സംസാരിച്ചു. നമ്മളെല്ലാവരും അറിയുന്ന പോലെ തന്നെ കുറച്ച് അസേർട്ടീവ് ആണ്, എന്നാലും വളരെ റാഷണലും ലോജിക്കലും ആയിട്ടുള്ളൊരു വ്യക്തി. ഞങ്ങളോട് ഓരോരുത്തരോടും ഇൻഡിവിജ്വലായിട്ട് ഇടപഴകുകയും നമ്മുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ, ഇത് പറഞ്ഞതല്ലാതെ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ എടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. പ്രൊആക്റ്റീവ് ആയിട്ട് തന്നെ നമ്മളായിട്ട് എൻഗേജ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പം നിങ്ങളുടെ ആ ഐഡിയാസിൽ കേരളത്തിന് വേണ്ടി നമ്മൾ ഉണ്ടായിരുന്ന മേജർ ആയിട്ടുള്ള നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യം, എല്ലാം നമ്മുടെ ഫോൾഡറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഹോൾ ഇക്കോണമി എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ കേരളത്തിന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായത് നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ കാര്യം തന്നെയായിരുന്നു. സിവിയർ നേച്ചർ എന്ന കേന്ദ്രം അത് അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഫണ്ടുകൾ വിട്ടുകിട്ടാൻ ഉള്ള ഈ കാലതാമസം നമ്മൾ ഹൈലൈറ്റ് പറഞ്ഞിരുന്നു. ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് എത്രയും പെട്ടെന്ന്. കാരണം സിവിയർ നേച്ചർ എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് നമുക്ക് ഒരു ഫൈനാൻഷ്യൽ റെലമിലേക്ക് ഗുണങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, അറ്റ്ലീസ്റ്റ് ഇൻ എ ഷോർട്ട് ടേം. അപ്പൊ അത് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് പരിഹരിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെയും ആവശ്യം ഉന്നയിച്ചിരുന്നു. അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഐഡിയാസും ഇതൊക്കെ ആയിട്ടാണ് അവരവിടെ ചെന്നത്. അപ്പോൾ ഡൽഹി ചെന്നതിന് ശേഷം മറ്റ് ഒരു ആളുമായി നിങ്ങൾ കാണാൻ ഇടയുണ്ടായത്. അപ്പൊ അതെങ്ങനെയായിരുന്നു? അടുത്ത ദിവസമായിരുന്നു അപ്പോയിന്റ്മെന്റ്. പീയൂഷ് ഗോയലായിട്ട്, നമ്മുടെ കോമേഴ്സ് മിനിസ്ട്രി ആളും. അതായത്
രണ്ട് രീതിയിലുള്ള വ്യക്തിത്വമാണെങ്കിലും രണ്ടുപേരും ഒരുപോലെ നമ്മളെ സ്വീകരിക്കുന്ന, ഒരിക്കലും സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ ഇവർക്ക് നമ്മുടെ ഖജനാവിലുള്ള കാര്യങ്ങളോ നയങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയില്ല എന്നുള്ള ആ ഒരു മുൻവിധിയോടെ അല്ല ഇവരൊന്നും നമ്മളോട് സംസാരിച്ചത്. നമ്മൾ പറയുന്നത് ഓരോന്നും ഇവർ കേൾക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നല്ല കോംപ്ലിമെന്റ്സ് തരുകയും ചെയ്തു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി ഈ സ്റ്റുഡന്റ് എന്ന പ്രൊഫൈലിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെന്ന് അഭിനന്ദനങ്ങൾ അവരെ അറിയിച്ചിരുന്നു. അപ്പൊ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹിക പ്രശ്നങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവിടുത്തെ ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഡിഫൻസിന് വേണ്ടിയാണ്. അതിനുശേഷം കാർഷിക മേഖലയിലേക്കാണ്, പിന്നീടാണ് നമ്മുടെ എഡ്യൂക്കേഷനും അല്ലെങ്കിൽ AI, ഹോസ്പിറ്റാലിറ്റി ഫീൽഡുകളിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാരണം ഡിഫൻസിലേക്ക് വരുന്നത് പറഞ്ഞാൽ അതൊക്കെ ഇക്കണോമിക്സിനേക്കാൾ ഉപരി ജിയോ പൊളിറ്റിക്സിന് അതിലൊരു റോളുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയം എന്ന് മാത്രമല്ല, ജിയോ പൊളിറ്റിക്സ് ഗ്ലോബൽ ലെവലിൽ ഇപ്പം നടക്കുന്ന രീതിയിലാണെങ്കിലും ഇന്ത്യ ഒരു രാജ്യം എന്ന നിലയ്ക്ക് നമ്മളിപ്പോൾ ഒരു മീഡിയേറ്റർ എന്ന രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ വി ആർ ബാലൻസിങ് എ ലോട്ട് ഓഫ് പാർട്സ്. അതിൻ്റെ ഇടയ്ക്ക് ഫോർ അസ് ടു സ്റ്റേ റെലവൻറ്റ് നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ. ഈ ഡിഫൻസിലേക്ക് നമ്മൾ ഇപ്പം കൊടുക്കുന്ന അല്ലെങ്കിൽ ഇത്രയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതല്ലാതെ വേറൊരു വഴിയില്ല നമുക്ക്. വി ആർ ഫോഴ്സ്ഡ് ടു ടേക്ക് ദിസ് പാരഡൈം എന്നുള്ള രീതിയിൽ. പിന്നീട് ഇപ്പോൾ എഡ്യൂക്കേഷന് അത് ഞങ്ങളുടെ റെക്കമെൻഡേഷൻസിൽ ഒന്ന് അതായിരുന്നു. അതായത് ഞങ്ങൾ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ വികസിത രാജ്യങ്ങൾ USA, ചൈന പോലെയുള്ള രാജ്യങ്ങൾ ഏകദേശം 4 to 6% റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ 0.6, 0.7 എന്നുള്ള രീതിയിലാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് വരുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞ സജഷൻസിൽ ഒന്ന് അതായിരുന്നു. ഇത്രത്തോളം പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. കാരണം റിസർച്ച് നന്നാവുന്നതിലൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകളും നന്നാവും. ആ മേഖല നന്നാവുന്നതിലൂടെ അതുമായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന എല്ലാ എന്ത് ഇതാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാം നന്നാവും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു റെക്കമെൻഡേഷൻ അതായിരുന്നു, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത് ഒരു മേജർ എംഫസിസ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ കണക്കുകൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2023 8 lakh സ്റ്റുഡൻസ് ആണ് എബ്രോഡ് സ്റ്റഡീസിന് വേണ്ടി പോയത്. 2024 ആയപ്പോഴത്തേക്ക് അത് 15 lakhs എബവ് ആയി. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതല്ലാതെ ഇവിടെ കുറച്ചും കൂടി ഇത് ഡിസ്കഷൻ വന്നിരുന്നു. അത് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവര് പുറത്തു പോകാൻ നിർബന്ധിതരാവുകയാണ്. കാരണം ബ്രെയിൻ ഡ്രെയിൻ എന്ന് ദാദാഭായ് നവറോജിയൊക്കെ വിളിച്ചിരുന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ അവരെ നിലനിർത്താനുള്ള അല്ലെങ്കിൽ അവർക്ക് ഇൻസെന്റിവൈസ് ചെയ്യുന്ന ഒരു ഇക്കോസിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് അവർ പുറത്തു പോകാൻ നിർബന്ധിതരാവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ അത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഗിഫ്റ്റ് സിറ്റിയിൽ ഡീക്കൻ യൂണിവേഴ്സിറ്റി വരുന്നതാണെങ്കിലും അതായത് പുറത്തുനിന്നുള്ള യൂണിവേഴ്സിറ്റികൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അതിനുള്ളത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന് കുറച്ചും കൂടി ഒരു ബിഗ് പുഷ് വേണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ബിഗ് പുഷ് എന്ന് പറയുന്ന ഒരു ഇക്കണോമിക് തിയറിയാണ്. അപ്പോൾ ബിഗ് പുഷ് വേണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു പ്രൊപ്പോസിഷൻ. ഇവിടെ ഒരു ഇക്കോസിസ്റ്റം നന്നാക്കി എടുക്കണം, അത്ര. ഇപ്പൊ നമ്മുടെ ബാങ്ക് ലോണുകൾ, അപ്പോൾ ഇന്ത്യയില് ഇതൊരു സ്റ്റുഡൻസിന്റെ ഇതൊരു സർവേ ആണ്, നമ്മൾ ഇന്ത്യ ടുഡേയുടെ അതേപോലെ കുറെ പത്രങ്ങളിൽ നിന്ന് കണ്ടതാണ്. ഒരു ഏതാണ്ട് 2 lakh crore, അത് 2 ലക്ഷം കോടി രൂപയുടെ അടുത്ത് തന്നെയാണ് ഒരു വർഷം ഇന്ത്യയിൽ നിന്ന് സ്റ്റുഡൻസ് പുറത്തേക്ക് പോകുന്നതും മറ്റ് പഠനാവശ്യങ്ങൾക്കായിട്ട് ലോൺ എടുക്കുകയും ബാക്കി ബാങ്കുകളിൽ നിന്നെല്ലാം പോകുന്നത് ചെയ്യുന്നത്. അപ്പോൾ അത് ഇന്ത്യയുടെ തന്നെ ഒരു എക്കോണമിയിൽ വലിയൊരു ഭാഗം ആകുന്നുണ്ട്. അത് ഇന്ത്യയുടെ ഒരു എക്കോണമി തന്നെ ബാധിക്കുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ മാറി നിൽക്കുന്നത് ഡിഫൻസിന് വേണ്ടിയാണെങ്കിൽ അത് 4 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ അതിൻ്റെ പകുതിയോളം നമ്മുടെ ബാങ്ക് ലോണുകളായിട്ടും മറ്റ് പുറത്തേക്കാണ് നമ്മുടെ എക്കോണമി പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് വളരെ കുറയുകയാണ്. ഇപ്പോൾ എല്ലാവരും പോയി സെറ്റിൽ ആവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം എങ്ങനെയായിരുന്നു? ശരിയാണ്. കാരണം നമ്മൾ ഇപ്പൊ കേരളത്തിൽ എസ്പെഷ്യലി നമ്മൾ നേരിടുന്ന പ്രശ്നമാണ് ആളില്ലാത്ത വീടുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമുകളായി മാറിക്കൊണ്ടിരിക്കുന്ന വീടുകൾ. ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പുറത്തേക്ക് പോകുന്നതിനെ അത്രയും അങ്ങ് അടിച്ച് കളയേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ നോക്കുകയാണെങ്കിൽ റെമിറ്റൻസുകളുടെ റെക്കോർഡുകൾ പ്രകാരം ഇന്ത്യ തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പൈസ ഉള്ളിലേക്ക് വന്നും നമുക്ക് ഇവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഈ പൈസ ഈ വ്യക്തികൾ മാത്രമല്ല പോകുന്നത്, അവരവിടെ സെറ്റിൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ റിസോഴ്സസും ഹ്യൂമൻ ക്യാപിറ്റൽ ഈ നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ എല്ലാം നടക്കുന്നുള്ളത് വളരെ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ഡിഫൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇത്രയും വൾണറബിൾ അല്ലെങ്കിൽ ഇത്രയും വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്ന് നോക്കി അറിയാം, മിത്രം എന്ന് നമുക്ക് ചേർത്ത് വിളിക്കാൻ പറ്റുന്ന ആൾക്കാരില്ല എന്നുള്ളത് വളരെ കുറവാണ്. ഇല്ലാന്ന് തന്നെ പറയാം, എക്സാജറേഷൻ അല്ല, ഇല്ലാന്ന് തന്നെ പറയാം. എവിടെയാണല്ലോ ഇപ്പോൾ നമുക്ക് അടുത്തുണ്ടായിരുന്ന ബംഗ്ലാദേശ്, ഇപ്പുറത്തുള്ള മ്യാൻമാർ ആണെങ്കിലും മറാക്കൻ ആർമിയുടെ പ്രശ്നം, കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ നടന്ന പ്രശ്നമൊക്കെ അറിയാം, ഞാൻ എടുത്ത് പറയുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും ഡിഫൻസിനെ മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷെ ഇതും അടിയന്തരമായിട്ട് തന്നെ ശ്രദ്ധ വേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഓക്കെ. അപ്പം നിങ്ങളുടെ ഐഡിയാസ് ആയിരുന്നു കൊണ്ടുവരുന്നത്. അപ്പം അതിൽ മെയിനായിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഏതെങ്കിലും വന്നിരുന്നോ?
നമ്മൾ വെച്ചിരുന്നത് കൂടുതലും വളരെ ബ്രോഡ് ആയിട്ടുള്ള സജഷൻസ് പോലെയായിരുന്നു. അല്ലാതെ ഇന്ന രീതിയിൽ റെക്കമെൻഡ് നമുക്ക് ഈ ട്രഷറികളിലോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നയങ്ങളിലേക്കൊന്നും നമുക്ക് ആക്സസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വളരെ ബ്രോഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് എന്നുള്ള രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ വെച്ചിരുന്നത് ഇപ്പോൾ PM ഇന്റേൺഷിപ്പിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്ന ഇത് എന്താണെന്ന് വെച്ചാൽ 21 to 24 വയസ്സുള്ള 21ന്റെ മുകളിലേക്കുള്ളവർക്കാണ് എലിജിബിലിറ്റി കൊടുക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ആയിട്ട് ആൾക്കാർ എംപ്ലോയിഡ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു ഏജ് ആണ്, ഇന്റേൺഷിപ്പിന്റെ പ്രായമായിട്ടല്ല. നമ്മൾ പറഞ്ഞ ഒന്നായിരുന്നു അത് 18ലേക്ക് താഴ്ത്തുക എന്നുള്ളത്. അത് വന്നിട്ടില്ല, പക്ഷെ ഈ ബഡ്ജറ്റിൽ വന്നിട്ടില്ല. പക്ഷെ ഇതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്തത്. പിന്നെ ഇപ്പൊ ഇൻകം ടാക്സിന്റെ സ്ലാബിന്റെ കാര്യങ്ങളാണ് നമ്മൾ അത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മളൊരു സജഷൻ വെച്ചിരുന്നു. ഇതുപോലെ വളരെ ബ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്പെസിഫിക്കിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റില്ല, കാരണം നമുക്ക് അതിലേക്ക് ആക്സസ് ഇല്ല. നമ്മൾ ഒരു സ്റ്റുഡന്റ്, ഒരു സാധാരണക്കാരൻ, ഒരു ഇക്കണോമിസ്റ്റ്, ഈ 3 പ്രൊഫൈലുകളെ കൂട്ടിയിണക്കിക്കൊണ്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ബ്രോഡ് റെക്കമെൻഡേഷൻസിന്റെ ഒരു ലിസ്റ്റ് ആയിരുന്നു നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ചും മറ്റ് അനുബന്ധിത കാര്യങ്ങളെ കുറിച്ചെല്ലാം സംസാരിച്ചത് അനിസ്റ്റോ ആണ്. അനിസ്റ്റോ നമ്മുടെ SH കോളേജിലെ ഫസ്റ്റ് ഇയർ MA എക്കണോമിക്സ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ താങ്ക് യു അനിസ്റ്റോ. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഹാർട്ട് ആൻഡ് ടോക്ക് ഷോയുമായി കാണുന്നവരെ താങ്ക് യു.